എൻ്റെ പൊന്നോ, ചേച്ചിയുടെ പുതിയ ലേറ്റസ്റ്റ് വീഡിയോ മാറ്റം. ഓക്കെ, സബ്സ്ക്രിപ്ഷനാണ് മൊത്തം സബ്സ്ക്രിപ്ഷൻ. അതിനകത്ത് ഇപ്പം തന്നെ എത്ര 2918 പേരോളം സബ്സ്ക്രിപ്ഷൻ ചെയ്ത്. നിങ്ങളൊന്ന് നോക്കിക്കേ, ഒരാൾ 399 രൂപ വെച്ച് കയറുവാണെങ്കിൽ 2918 ഇൻറ്റു 399 ആകുമ്പോൾ ഏകദേശം 11 ലക്ഷം രൂപ. 11 ലക്ഷം രൂപ അടുത്ത് വരുമെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയിട്ട് അങ്ങനെയാണെന്ന് തോന്നുന്നു, കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. ഒരു മാസം 11 ലക്ഷം രൂപ. ഓക്കെ, അതിനകത്ത് കാണിക്കുന്ന ഇതൊക്കെയാ വേണ്ടേ? പട്ടാമ്പൂച്ചി. നിക്കേ നിക്ക് കൊള്ളാലോ. ഇതൊക്കെയാണ് കാണിക്കുന്നത്. എനിക്ക് എന്താ മാല, ഈ മാല വിഷയം ഇടയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നല്ലോ. എന്തോ എൻ്റെ പേര് ബിബിൻ്റെ മാല മോഷണം പോയെന്നു. ഇനി അത് വല്ലതാണോ ഇനി? ഓക്കെ, ഇതൊക്കെ ഇത് ഏറ്റവും ചെറിയ ചെറിയ സാധനങ്ങളാണ് കേട്ടോ, ഏറ്റവും ചെറിയ ചെറിയ സാധനങ്ങളാണ് ഇതൊക്കെ. ഇന്നലെ വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ, എനിക്ക് അതൊന്ന് വെച്ചുതരാം. കിഡ്സാ 90s അവർക്ക് ഇത് 80-ലെ സാധനമാണല്ലോ നിങ്ങളൊക്കെ. എങ്ങനെയുണ്ട് അങ്ങ് കയറി കയറി എങ്ങോട്ട് പോവാ കൊച്ചേ? ഓക്കെ, കൊള്ളാം, നല്ലതായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ സാധനത്തിനെ വെറുക്കുന്നവർ മാത്രം ഒന്ന് ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കുക. ഇന്നലെ കുറേ ആൾക്കാർ സബ്സ്ക്രിപ്ഷൻ നിർത്തുന്നതിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ഇടാൻ, ബാക്കിയുള്ളവർ അതും കൂടെ പറഞ്ഞു നിർത്തണം എന്നുള്ള കാര്യങ്ങൾ. അതിനുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെയ്യുന്ന ഒരാളുണ്ട് ഇവിടെ, മറ്റാരുമല്ല, നമ്മളതിൽ തന്നെ. അവൻ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇങ്ങനെ ഒരാളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞാനത് വിശദമായിട്ട് പിന്നെ പറയാം. ഓക്കെ, എന്തായാലും നമുക്ക് പ്രിയങ്ക എന്ന് പറയുന്ന ഒരു നടിയുണ്ട്, പഴയ നടിയാണ് പ്രിയങ്ക ചേച്ചി. ചേച്ചി കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ട് പറയുന്നുണ്ട്. ഞാനതൊന്ന് വെച്ച് തരാവേ. ഒരു ജോലി പറയുന്നുണ്ട്, ഒരു 100 രൂപ പോലും 100 പോലും എടുക്കാനില്ലാത്ത സമയത്ത് മോന്റെ ഇതൊക്കെ നോക്കുന്ന ഫ്ലവേഴ്സ് ആണെന്ന് പറയുന്നത്. എനിക്കിതൊന്നും അറിയില്ല. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പൈസ കുറച്ച് സമീപിച്ച് ഉണ്ടാക്കിയപ്പോ നമ്മൾ ഇരിക്കുന്നത് സോഷ്യൽ മീഡിയയില പരസ്യമായിട്ട്. അപ്പോ ജനങ്ങൾ ചോദിക്കുന്നതിന് കുറച്ചെങ്കിലും മറുപടി ഉറപ്പാണ്. ഈ ജനങ്ങളെ കാണിക്കാനാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ വെറുതെ എവിടെയെങ്കിലും പോയി വിളിച്ച് ഷൂട്ട് ചെയ്ത് പൈസ കിട്ടുമോ? ഒന്നുമല്ല, ഇത്രയും ചിന്തിത്താൽ മതി. നമ്മുടെ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി അത്യാവശ്യം കലാകാരനും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഈ പറയുന്ന സുധി എന്ന് പറഞ്ഞ വ്യക്തി മരിച്ചതിന് ശേഷമാണ് ഇത്രയും ഫെയിമായിട്ട് ഞാൻ കാണുന്നത്. കാരണം മരിച്ച് മീഡിയക്കാർ ഏറ്റെടുത്ത്, പിന്നെ ഇവരുടെ കരച്ചില് പിരിച്ചില്, പിന്നെ ലക്ഷ്മി നക്ഷത്ര, അങ്ങനെ സുധി എന്ന് പറഞ്ഞൊരു വ്യക്തി, അതായത് ജീവിച്ചിരുന്ന സമയത്ത് വില കിട്ടാത്ത സുധിക്ക് മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു പട്ടം കിട്ടിയ പോലായിരുന്നു. ഉള്ള കാര്യം പറയാല, വലിയ പട്ടം കൊടുത്ത പോലായിരുന്നു. അങ്ങ് പൊക്കിക്കൊണ്ട് നടക്കുകയായിരുന്നു സുധിയെ. എല്ലാം അങ്ങ് പൊക്കിക്കൊണ്ട് നടക്കുകയായിരുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ മരിച്ചു കഴിഞ്ഞിട്ടല്ലേ പിന്നെ 10 ആൾക്കാരെ അറിയാൻ തുടങ്ങിയത്? പിന്നെ ഇപ്പം മരിച്ചു പോയ ആളിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം കിട്ടുന്ന പൈസ മൊത്തം വെള്ളമടിച്ച് കളയുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ അറിഞ്ഞൊരു കാര്യമാണ്, പാസ്പോർട്ട് പോലും പണയം വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇന്ന പോലെ ഓരോ ഹോട്ടലിൽ റൂം എടുത്തിട്ട് പൈസ കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ പാസ്പോർട്ട് ഇവിടെ വെച്ചിട്ട് പോയൊരു മനുഷ്യനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കിട്ടുന്ന പൈസ വെള്ളമടിച്ച് ഇങ്ങനെ അവിടുത്തെ കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ച് പൊളിച്ച് നടക്കലായിരുന്നു പുള്ളിയുടെ സ്ഥിരം പരിപാടി. അല്ലെങ്കിൽ സേവ് ചെയ്യണമെന്നോ നാളെ നിന്നൊരു ചിന്തയോ അങ്ങനെ ഒരു കാര്യമൊന്നും പുള്ളിക്കില്ലായിരുന്നു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പ്രിയങ്ക സംസാരിച്ചപ്പം ഞാൻ ആ പോർഷൻ ഒന്നും കൂടെ വെച്ചുതരാം. ജനങ്ങളെ കാണിക്കാനാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ വെറുതെ എവിടെയെങ്കിലും പോയി വിളിച്ച് ഷൂട്ട് ചെയ്ത് പൈസ കിട്ടുമോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രാറ്റജിയും കൂടെ അറ്റാച്ച് ചെയ്യണമായിരുന്നു മക്കളെ. ഒന്നാമത്തെ കാര്യം, സുധി എന്ന് പറഞ്ഞ ആൾ മരിച്ചതിന് ശേഷം എല്ലാവരും നല്ല ഹൈ ലെവലിൽ കൊണ്ടുവന്നായിരുന്നല്ലോ. ആ ഒരു ബോധം പോലും ഈ പറഞ്ഞ രേണുവിന് അതില്ലായിരുന്നു. ആ ഒരു ബോധമേ അവർക്കില്ലായിരുന്നു. ഇപ്പം ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി. ഈ ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതിന് ശേഷം എന്താ പറയണ്ടേ, ഈ സുധിയുടെ പേരല്ലേ പോകുന്നത്. അതായത് ഇപ്പം ഈ മരിച്ചു കിടന്ന സുധിയെ ഇത്രയും ഹൈ ലെവലിലെത്തി, അങ്ങനെ തന്നെ ഞാൻ പറയത്തുള്ളൂ. അതിനുമുമ്പ് ഒരു വാല്യൂം കൊടുക്കാത്ത മനുഷ്യരായിരുന്നു. ഇത്രയും ലെവലിലെത്തി, അത്യാവശ്യം ആ മനുഷ്യനെ ആരാധിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നിൽക്കുക. ഓക്കെ, ഇപ്പോഴും സുധി എന്ന് പറയുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട്, അവർക്കും കൂടെ സൂചിക്കാൻ വേണ്ടി തന്നെ അങ്ങ് പറഞ്ഞു എന്ന് വെച്ചു. ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്റ്റേജിൽ ഇവൾ ഈ വന്നിട്ട് ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ മനുഷ്യൻ്റെ പേരും കൂടെ അല്ലേ പോകുന്നത്? കൊണ്ടുവന്ന് സംസാരിക്കും, അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ. ഈ അമ്മ എന്തെങ്കിലും നടക്കണമെന്നുള്ള ചോദ്യം ചെയ്യാത്ത രീതിയിൽ ഡ്രസ്സിങ്ങിലും കാര്യങ്ങളിലും കുറച്ച് ശ്രദ്ധിക്കണം. ഞാൻ അവരെ കുറ്റം പറഞ്ഞതല്ല, പക്ഷെ ഞാനൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ മക്കളോട്, ഈ വളർന്നുന്ന മോനോട് അവരുടെ കൂട്ടുകാരന്മാരൊക്കെ ചോദിക്കുന്നുണ്ടാവും,
അത് പറയാൻ പറ്റുമോ? പക്ഷേ ഇപ്പൊ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കേസ് കേട്ടാണ് കിച്ചുവിൻ്റെ. കാരണം നാളെ അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഫേസ് ചെയ്യുമ്പോഴൊക്കെ ഒരു ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ, അതിനിപ്പോൾ കൊച്ചിറക്കേണ്ട കാര്യമാണെങ്കിൽ പോലും ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. പിന്നെ എനിക്ക് എന്താ പറയുക, ഒരാൾ മോശക്കാരാണെങ്കിൽ ആ മോശം പിടിച്ച വ്യക്തിയെ വെച്ചിട്ട് മുതലാക്കുന്ന ചില ആൾക്കാരുണ്ട്. അവിടെ നിന്നല്ല ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ എടുത്ത സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊന്നും പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾക്കൊന്നും മനസ്സിലാവത്തൊന്നുമില്ല. അതിനേക്കാളും നല്ലത് അത് പറയാതിരിക്കുന്നത് നല്ലത്. ചിലപ്പോൾ അവൻ അവൻ്റെ നാണക്കേടും കാര്യങ്ങളും കൊണ്ടായിരിക്കാം അന്ന് അവൻ്റെ സ്റ്റോറി പറഞ്ഞു കൂട്ടത്തിൽ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞു പോയത് മാത്രമേ ഉള്ളൂ. പിന്നെ സോഷ്യൽ മീഡിയ അത് ഏറ്റെടുക്കുമല്ലോ. പ്രത്യേകിച്ച് രേണുവിൻ്റെ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എടുത്ത് കലക്കും, അതുപോലെ കലക്കും. കാരണം ഇപ്പോൾ പറയുന്നതല്ല പുള്ളി പിന്നെ പറയുന്നത്. പുള്ളിക്കാരി സബ്സ്ക്രിപ്ഷൻ തന്നെ തുടങ്ങിയപ്പം ഈ ഒരു ഫസ്റ്റ് ഡേ തന്നെ ഒരുപാട് പേരാണ് പുള്ളിക്കാരി സബ്സ്ക്രിപ്ഷൻ കിട്ടിയത്. എന്തുകൊണ്ടാ ഇവിടെ കാണിക്കുന്നതല്ല അതിനകത്ത് വേറെ കാണിക്കുന്നത്? അപ്പൊ ആൾക്കാരെ കയറി നോക്കാൻ വേണ്ടി നമ്മളൊരു സബ്സ്ക്രിപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മള് ഒരു നോർമൽ ഒരു ആക്ട്രസ് ആയിക്കോട്ടെ, കുറച്ച് ഫീൽഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്ന ഒരാള് ഒരു സബ്സ്ക്രിപ്ഷൻ ഇട്ടാൽ പോലും എന്ത് കണ്ടന്റ് ഇട്ടാലും അത് കയറി നോക്കിയാലില്ല കണ്ടന്റ് ഉണ്ട് എന്ന് നമുക്കറിയും. പക്ഷെ പുള്ളിക്കാരിയുടെ ആ ഒരു ഒരുപാട് കഷ്ടപ്പെട്ടാണ് മുന്നോട്ട് വന്നത്. കഷ്ടപ്പെട്ട് വരുന്നവരെല്ലാവരും സബ്സ്ക്രിപ്ഷൻ തുടങ്ങണമെന്നുണ്ട്. ഇപ്പൊ സഫയെന്ന് പറഞ്ഞ ഒരു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇവിടെ കൂടുതലും വിഷയമായത് ഈ രേണു തുടങ്ങിയതിന് ശേഷമാണ് ഇത്രയും വിഷയമായത് അല്ലേ? രേണുസുതി തുടങ്ങിയതിന് ശേഷമാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങിയതും സബ്സ്ക്രിപ്ഷൻ അറിയാത്തവർ പോലും അറിഞ്ഞു തുടങ്ങിയത്. ഇപ്പോഴത്തെ വീട്ടമ്മമാർക്ക് പെൺമക്കളുടെ കാര്യത്തിൽ നല്ല പേടിയുണ്ട്. അമ്മ ഇൻസ്റ്റാഗ്രാമിൽ 10,000 ഫോളോവേഴ്സ് കഴിഞ്ഞെന്ന് പറയും, അയ്യോ മോളെ ആയോ. ഈ സബ്സ്ക്രിപ്ഷൻ കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാണ്. കാരണം പൈസ കൊടുത്ത് കയറി കാണാൻ ആൾക്കാരുണ്ടെങ്കിൽ അതിനകത്ത് എന്ത് തോന്നിയ ദിവസം കാണിക്കാം. ഇപ്പോഴത്തെ എനിക്കിപ്പോൾ ഇന്നലെ 2-3 ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നമുക്കിപ്പോൾ ടെൻഷനാണ് മോനെ, പെൺമക്കളാ നമുക്ക് ടെൻഷനാണ്. ഞാൻ നിങ്ങളുടെ കുടുംബമൊക്കെ നല്ല ഹൈ ലെവലല്ലേ, പിന്നെ എന്തിനും ഇത്ര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എന്തുവാ, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് സമയത്ത് എത്തിച്ചു കൊടുക്കുക, അവരെ നല്ല നിലയിൽ എത്തിക്കാൻ നല്ല ആൾക്കാരെ കൊണ്ട് കെട്ടിച്ചു വിടുക, അത്രേ ഉള്ളൂ. ഇപ്പം എല്ലാവർക്കും പേടിയായി തുടങ്ങി ഈ ഒരു വിഷയം കാരണം. പിന്നെ സഫേന്റെ പേരൊക്കെ പറഞ്ഞപ്പോഴത്തേക്കാണ് രേണു വന്നിട്ട് എന്നെ കുറെ അങ്ങ് പറഞ്ഞു. അതെല്ലാവരും കേട്ട് കാണുമല്ലോ. പൊസിഷൻ ആയോ? 100 ആരെയും കഴിഞ്ഞിട്ടുണ്ടല്ലോ, വേണ്ടല്ലോ. മക്കളുണ്ടല്ലോ, 2 ആമ്പിള്ളേര്. മക്കൾക്ക് ഇപ്പൊ ഞാൻ പറയാം, ഞാനിന്ന് തുടങ്ങി, ഞാനിപ്പോ ഇരിക്കുന്ന പോലെയല്ല, ഞാൻ കുറച്ച് മാറി ഒന്ന് അപ്പുറത്തോട്ട് പോയി നോക്കിയേ, എനിക്ക് ഇഷ്ടംപോലെ സാമ്പത്തിക ഇപ്പുറത്ത് വന്നുകൊണ്ടേ ഇരിക്കും അല്ലേ? ഞാൻ എന്താ ചെയ്യാത്ത? എന്റെ മോൻ ഇപ്പൊ 18 വയസ്സ് കഴിഞ്ഞു, എന്റെ മോൻ വളർന്നു വരുന്നത്, ഞാൻ ഒരു അമ്മയാണ്. അപ്പൊ ആ ഒരു ചിന്ത എന്നും എല്ലാവരുടെയും മനസ്സിൽ വേണം. ഞാനിപ്പോ രേണു അങ്ങനെ വാങ്ങിച്ചിട്ട് കാശുണ്ടാക്കിയെന്നല്ല ഞാൻ പറയണത്. പിന്നെ എങ്ങനെയാ ചേച്ചി പറഞ്ഞേ? ചേച്ചിയുടെ വേറൊരു വീഡിയോ ഉണ്ട്, അതും കൂടെ ഞാനൊന്ന് വെച്ചുതരാം. എനിക്ക് അതിനെക്കുറിച്ച് എന്താണ് അവരുടെ മിസ്റ്റേക്ക് കൊണ്ടാണ്. സ്ത്രീകളെല്ലാവരും നല്ലവരാണെന്നല്ല, ചിലവർ മോശമായിട്ടുള്ളവരുണ്ട്, ചിലവരും അല്ല നല്ലവരുണ്ട്. അപ്പൊ അത് അവരുടെ മിസ്റ്റേക്ക് കൊണ്ടാണ്. ഇതൊന്നും അവരുടെ ആദ്യം മിസ്റ്റേക്ക് കൊണ്ടല്ല. രേണു സുധി എന്ന് പറയുന്ന കുട്ടി ചെയ്യുന്ന വീസും അതും ഇതൊക്കെ നമ്മളൊക്കെ കാണുന്നില്ല. അവരവര് വഴിക്ക് വിട്. പലർക്കും പല അഭിപ്രായം ഉണ്ടാവും. അവരിപ്പോ എന്താ അവസ്ഥയിലായി? ആരുടെ മുമ്പിൽ കൈ നീട്ടാതെയും വേറെ രീതിയിൽ പോവാതെ അവർ കാശുണ്ടാക്കി ഓരോ റീൽസ് ചെയ്ത് കാശുണ്ടാക്കി. നമുക്കെന്താ ഇതിന്റെ അഭിപ്രായം? അവരവരുടെ പാട്ടിന് വിട്, അവർ ചെയ്യുന്ന ജോലി അവർ ചെയ്യട്ടെ, ഞാൻ ചെയ്യുന്ന നിലപാട് ഞാൻ നടത്തും. ഇതൊക്കെ നമ്മുടെ വ്യക്തിപരമായ ഒരു അഭിപ്രായങ്ങളാണ്. അതൊന്നും ആർക്ക് തടസ്സം നിൽക്കാൻ യാതൊരു അധികാരവും അവർക്കില്ല. അത് അവർ ചെയ്തോട്ടെ. പലരും പലതും പറയും. എന്നൊരു കാര്യം ചെയ്യട്ടെ, ഈ പറയുന്ന ആൾക്കാരെല്ലാവരും സുഖിക്കും എല്ലാ മാസവും ഒരു 5 ലക്ഷം 2 ലക്ഷം ചെലവ് കൊടുക്കട്ടെ. ഇവിടെയാണ് സുഖിക്കിട്ട് ഞങ്ങൾക്കിതല്ലേ പണി, നാട്ടുകാർക്ക് മൊത്തം ഇതല്ലേ ചേച്ചി പണി. കഴിഞ്ഞ വട്ടം ഇന്നലെ ഞാൻ രേണു വന്നിട്ട് പറഞ്ഞിങ്ങനെ അതിലും ഡാനിങ് ചെലവിന് കൊടുക്കാനാണ്, അതിലും ഡാനിങ് കൊണ്ട് ചെലവിന് കൊടുക്കാൻ. അവൾക്ക് ഇപ്പോൾ ഷൂട്ടും കാര്യങ്ങളൊന്നുമില്ല, കൊണ്ട് ചെലവിന് കൊടുക്കാനാണ് ചേച്ചി പറയുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ ആലോചിക്കുന്ന കഴിഞ്ഞ ഇന്റർവ്യൂ പറഞ്ഞല്ലേ ഇപ്പം പറയുന്നത്, എന്ത് പറ്റി നിലപാടിനൊരു മാറ്റം? പറ്റുമോ? ആർക്കെങ്കിലും പറ്റുമോ? ഇല്ല, ഒരാൾ ചെയ്യില്ല. അപ്പൊ അവര് ഞാൻ പറയുന്നത് തെറ്റായ രീതിയിലല്ലാത്ത രീതിയിൽ. പിന്നെ നമ്മൾ ഒരു ഭർത്താവ് മരിച്ച ഒരാളാണ്, എല്ലാം ശരി തന്നെ. എന്റെ അഭിപ്രായത്തിൽ മറ്റുള്ളവരെ കുറച്ചും കൂടെ ശ്രദ്ധിക്കുക. നമ്മുടെ സമൂഹത്തില് കുറെ നെഗറ്റീവ് കേൾക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് എന്റെ അഭിപ്രായമാണ്, വേറെ ആദ്യമല്ല. ഞാൻ എന്ത് ഡ്രസ്സ് ഇടുന്നു, ഞാൻ എന്ത് ഇടുന്നു ഞാൻ തീരുമാനിക്കുന്നു. പക്ഷെ അത് സമൂഹത്തിൽ നടക്കുന്ന ഞാൻ അറിയപ്പെടുന്ന ഒരാളാകുമ്പോൾ ഞാൻ അത് കുറച്ച് അച്ചടക്കം വായിക്കുന്ന തീരുമാനിച്ചാൽ അതെന്റെ അഭിപ്രായമാണ്. ഞാൻ എന്റെ അഭിപ്രായത്തിൽ മുന്നോട്ട് പോകും. ഓരോരുത്തരും ഓരോ വഴിക്ക് അവരുടേതായ രീതിയിൽ പോകാൻ എനിക്കൊരു തടസ്സവും പറയാൻ ഞാൻ ആളല്ല. അവർക്ക് ജീവിക്കട്ടെ. അവര് ഞാൻ പറഞ്ഞ അവരെന്തായാലും ഐശ്വര്യമായിട്ട് അത്രയും ഭംഗിയുള്ള ആളല്ല എന്ന് എനിക്ക് പറയാം. നിങ്ങൾക്കൊക്കെ അറിയാം. അവരവരുടെ കഴിവിന്റെ ഒരു പരിധി വെച്ച് അവർ അത്രത്തോളം നേടിയെടുക്കുന്നില്ല. ഓ, ഭയങ്കര സപ്പോർട്ടാണല്ലോ. ഓക്കെ സപ്പോർട്ട് ഇപ്പോൾ എന്താ പറയണ്ടേ, ഈ അടുത്ത സമയത്ത് എനിക്ക് ആ ഒരു പേരുദോഷം കിട്ടുകയൊക്കെ ചെയ്തതാണ്. ഞാൻ അവിടെ ആ വ്യക്തി എന്താ പറയണ്ടേ, 2 പേരുണ്ടായിരുന്നു. ഞാൻ ഒന്നിനെ അതിനെക്കുറിച്ച് പറയുന്നില്ല, അവരും 2 ആൾക്കാരും ഫ്രോഡായിരുന്നു. അതെനിക്ക് കറക്റ്റായിട്ട് ഇവിടെ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, നമുക്കറിയാവുന്ന ആൾക്കാർ തന്നെ അത് അറിഞ്ഞുകൊണ്ട് തന്നെ അത് വിളിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, ഇവർ പറയുന്ന വേറൊരു വീഡിയോ ഉണ്ട്, ഞാൻ അതും കൂടെ ഒന്ന് വെച്ചുതരാം. പിന്നെ എന്റെ ജോലി അഭിനയില്ലേ, പിന്നെ അതേപോലെ ഷക്കീല അവരൊക്കെ അഭിനയിക്കുന്ന റോൾ അത് എന്റെ ഇഷ്ടമല്ലേ. അതുപോലത്തെ റോള് എനിക്ക് എന്റെ വീടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ അഭിനയിക്കാറ്. എനിക്ക് അങ്ങനത്തെ റോള് കിട്ടി അഭിനയിക്കേണ്ട രീതി ചിലപ്പോ അതിൽ വന്നു കഴിഞ്ഞാൽ ആ നല്ല റോള് വേറെ ഞാൻ ചെയ്തിരിക്കും. എന്റെ ജോലി അഭിനയം. ചേച്ചിയുടെ കുടുംബിനി എവിടെ പോണു?
അത് മനസ്സിലാക്കാൻ വിവരമുള്ള ആൾക്കാരാണ് ഈ സമൂഹത്തിലുള്ളത്. ഷക്കീല എന്താ ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം. അതിനെ അതിനെക്കുറിച്ച് ആരും ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും ഇപ്പോൾ ഇതൊക്കെയാണ് റോൾ. അതാണ്, ഇതാണ്, മറ്റേതാണ്, മറിച്ചതാണ്. ചേച്ചി ഈ പറയുന്നതല്ല പിന്നെ പറയുന്നതല്ല ഇപ്പം പറയുന്ന ഏട്ടൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണെന്ന് അറിയത്തില്ല. ഒരു വീഡിയോ കൂടെ ഞാൻ വെക്കാം. എനിക്ക് നേരത്തെ ഇന്റർവ്യൂവിന്റെ ബാക്കിയാണ് കേട്ടോ. പക്ഷേ ജനങ്ങൾ ഇത്രയും ക്രൂശിക്കാനൊന്നുമില്ല. എന്താ സത്യാവസ്ഥ അവർക്ക് അറിയും. അവർക്ക് അറിയാത്തോളം കാലം ഞാൻ രണ്ടുപേരും കുറ്റം പറയില്ല. മോന്റെ ഭാഗത്ത് ന്യായം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, രേണുവിന്റെ ഭാഗത്ത് എന്താണെന്ന് എനിക്കറിയില്ല. നമ്മൾ അറിയാത്തവരെ കുറിച്ച് പറയാൻ പാടില്ല. എന്റെ കാഴ്ചപ്പാടില് ഞാൻ പറഞ്ഞു, സമൂഹത്തില് ഇതുപോലെ നമ്മൾ പരസ്യമായിട്ട് സോഷ്യൽ മീഡിയാസിൽ വരുമ്പോ ഒന്ന് ശ്രദ്ധിച്ചാൽ കൂടുതൽ പോസിറ്റീവ് കിട്ടും. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതും ഭർത്താവ് മരിച്ചൊരു അല്ലെ, ഭർത്താവ് മരിച്ചതാ. അപ്പൊ അതിന്റെ ഒരിത്തിരി കാണിച്ചെങ്കിൽ അവർക്ക് കൂടുതൽ സ്നേഹം കിട്ടുള്ളൂ. അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അവരങ്ങനെ ചെയ്യണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സത്യാവസ്ഥ അറിയാതെ എനിക്ക് കിച്ചുവിന്റെ കൂടെ നിൽക്കാൻ പറ്റില്ല, രേണുവിന്റെ കൂടെ നിൽക്കാൻ പറ്റില്ല. നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് അവർ നോക്കി അവർ മാറ്റിക്കോളും. നാളെ ഈ പറയുന്ന കിച്ചു തിരിച്ച് എന്റെ അമ്മയാണ് എനിക്ക് അറിയാതെ പറഞ്ഞു പോയി എന്നുള്ള തീർന്നാ അത്രയല്ലേ ഉള്ളൂ. അത് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്കതേ ഉള്ളൂ. നന്നായി പോട്ടെ. സുധി എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും പറഞ്ഞു. ഞാൻ എൻ്റെ വീഡിയോയിൽ എപ്പോഴും പറയുന്നൊരു കേസ് തൊട്ടുണ്ടായിരുന്നു. അന്നത്തെ ട്രോഫിയുടെ കേസ് ആയിട്ട് അവൻ മനഃപൂർവ്വം അത് കാണിക്കുക എന്നുള്ള രീതിയിലാണ്. കിച്ചു അത് മനഃപൂർവ്വം ആ ട്രോഫി എടുത്ത് പുറത്തിട്ടതാണ്. അവൻ അത്രയ്ക്ക് വൈരാഗ്യം പണ്ട് മുതലേ ഉണ്ടായിരുന്നു കിച്ചുവിന്. പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് അതുൽ ബ്ലോഗ്സിനെ ഏതാണ്ട് പറഞ്ഞപ്പോൾ ഞാനും നല്ല രീതി കൊടുത്തു. നാട്ടുകാരും നല്ല രീതി അവനെ പഞ്ഞിക്കിട്ടായിരുന്നു. പിന്നെയാണ് അവൻ്റെ ലൈഫ് സ്റ്റോറി വന്നത്. ലൈഫ് സ്റ്റോറി വന്നതിന് ശേഷം എല്ലാവർക്കും പിന്നെ അവൻ്റെ അടുത്ത് സിമ്പതി തോന്നിയപ്പോൾ എല്ലാവരും എന്തെടുത്ത് അങ്ങോട്ടേക്ക് അങ്ങ് ചാഞ്ഞു. പക്ഷെ എൻ്റെ മനസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനതൊക്കെ കുറേയൊക്കെ ആൾക്കാരുടെ അടുത്ത് പറയും ചെയ്തു. ആരും അത് വിശ്വസിക്കുകയും ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ കുറേ ആൾക്കാർ നേരിട്ട് വന്ന് കണ്ടതും സംസാരിച്ചവർക്കൊക്കെ അത് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ച് ഒരാൾക്ക് ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കണമല്ലോ. എന്നോട് പറഞ്ഞാണ് നീ അത് ചെയ്തില്ലെങ്കിൽ അത് മോശമാടാന്ന് പറയുന്നത്. അപ്പം അതിനുശേഷം അവൻ ഈ പ്രൊമോഷനും അതും ഇതുമായിട്ടൊക്കെ പോകുന്നുണ്ട് ആ പയ്യനാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പിന്നെ സംസാരിച്ചിട്ടില്ല. ഓക്കെ, ഇതിപ്പം ഋതപ്പൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് ഇനി അടുത്തത്. ഋതപ്പൻ്റെ എവിടെ ചെന്ന് ഇത് അവസാനിക്കുന്ന ഒരു പിടുത്തമില്ല. എവിടെ ചെന്ന് ഇത് അവസാനിക്കും. ഓക്കെ, ഞാനിത് രാവിലെ എണ്ണിച്ച് ചെയ്യുന്ന വീഡിയോ ആണ്. ഇച്ചിരി എനർജി കുറവാണ്. നമുക്ക് അടുത്ത വീട്ടിൽ സെറ്റാക്കാം. പിന്നെ ഇവരുടെ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുന്നുണ്ട്. ബൈ, ലവ് യു ഗൈസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ബൈ ബൈ.